പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 54-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് കോട്ടയത്തു നിന്നുള്ള എലിസബത്ത് എന്നൊരു മകളുടെ ഉടമ്പടി സാക്ഷ്യമാണ്. എൻ്റെ പേര് എലിസബത്ത്. ഞാൻ കോട്ടയം ജില്ലയിലെ എളങ്കുളം എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2024 നഴ്സിംഗ് പാസ്സായ ഒരു മകളാണ്. സമയച്ചുരുക്കത്തിനുള്ളിൽ 2026 ഈ വർഷം. അപ്പോൾ ഈ വർഷം തന്നെ ഈ മകള് NHS UK രജിസ്റ്റേർഡ് നേഴ്സായി വർക്ക് വിസയും കൈ പിടിച്ചുകൊണ്ടാണ് ഈ മകള് സാക്ഷ്യം പറയുന്നത്. ഈ മകള് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, വിസിറ്റിംഗ് വിസയിൽ UK പോയ ഈ മകള് പറഞ്ഞത് ഇപ്രകാരമാണ്: പരിശുദ്ധ അമ്മയുടെ അടുത്ത് എൻ്റെ ഈ വിസ വർക്ക് വിസ ആക്കി അടിച്ചു കിട്ടിക്കഴിയുമ്പോൾ പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയും. അപ്പോൾ മാതാവ് ആ മകളുടെ കൂടെ നിന്ന് വിജയം നൽകിയൊരു സാക്ഷ്യമാണ്. ഞാൻ ഈ സാക്ഷ്യം തിരഞ്ഞെടുക്കാൻ കാരണം, ഒന്നാമത് ഈ മകളുടെ ചെറുപ്രായമാണ്, ഡിഗ്രി പാസ്സായ ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ കൂടി വന്ന ഒരു 23 വയസ്സുള്ള ഒരു മകളാണ്, 23-24 വയസ്സുള്ളൊരു മകളാണ്. ആ ഒരു പ്രായത്തിൽ ആ മകള് വലിയ ഒരു ആത്മീയ പക്വത കാണിക്കുന്നുണ്ട്. അത് ഈ സാക്ഷ്യത്തിൻ്റെ നിങ്ങൾ അവസാനം കേട്ടാൽ മനസ്സിലാവും. ആ മകൾ എന്തുമാത്രം തീക്ഷ്ണതയോട് കൂടിയിട്ടാണ് ഈ ഒരു മരിയൻ ഉടമ്പടി പാലിച്ചതെന്ന്. ആ മകളുടെ സുഹൃത്തുക്കളെയെല്ലാം കൃപാസനത്തിലോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് മരിയൻ ഉടമ്പടി എടുപ്പിച്ചു. മകൾ പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ പത്രം കൊടുത്തിരുന്നത് ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാർക്കാണ് ഏറ്റവും കൂടുതൽ കൊടുത്തിരുന്നത്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ സമയം, കുറേ ഫ്രീ ടൈം അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അവർക്കാണ് കൂടുതൽ പത്രം വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ എൻ്റെ ജപമാല റാലി കഴിഞ്ഞ 2024 നടന്ന ജപമാല റാലിയിൽ ഞാൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് എൻ്റെ കൂട്ടുകാരെ KSRTC ഒക്കെ ബുക്ക് ചെയ്ത് ഞാൻ എൻ്റെ കൂട്ടുകാരെ ഇവിടെ കൊണ്ടുവന്നു, റാലിയിൽ പങ്കെടുപ്പിച്ചു. അതുപോലെ തന്നെ ഞാൻ വഴിയായിട്ട് ഒരുപാട് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇപ്പോഴത്തെ ഒരു പ്രായത്തിൽ നമുക്കറിയാം, ന്യൂ ജനറേഷൻ യൂത്ത് അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ദൈവസ്നേഹത്താൽ എരിഞ്ഞ് ഒരു പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. കാരണം ഞാൻ സന്തോഷിക്കാൻ കാരണം മറ്റൊന്നുമല്ല, ഞാനൊരു മരിയൻ പ്രേക്ഷിതയായതുകൊണ്ടാണ്. മാതാവിന് വേണ്ടി ആര് ചെയ്താലും, ഏറെ പ്രത്യേകിച്ച് ചില സാക്ഷ്യങ്ങളൊക്കെ ആൾക്കാരിൽ കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകാറുണ്ട്. കാരണം ആഴമായ ദൈവസ്നേഹത്താലാണ് ചില മക്കളൊക്കെ ഈ സാക്ഷി ആൾക്കാരെ പറയുന്നത്. ഈ തംബ്നെയിൽ കൊടുക്കുമ്പോൾ യൂട്യൂബിലിടാൻ വേണ്ടി ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രത്യേകം പറയും, ജോമോളെ ഈ സാക്ഷി ഒന്ന് നോട്ട് ചെയ്യാൻ പറയും. കാരണം വലിയ ദൈവസ്നേഹത്തോടു കൂടിയിട്ടാണ് അവർ ഓരോരോ ഉടമ്പടി നിബന്ധനകൾ ചെയ്തിരിക്കുന്നത്. ഈ മകളുടെയും പ്രത്യേകത അതുതന്നെയാണ്. എലിസബത്ത് എന്ന മകള്, കോട്ടയത്തു നിന്നുള്ള മകളുടെ പ്രത്യേകത അതുതന്നെയാണ്. അതായത് വലിയ ദൈവസ്നേഹത്തോടു കൂടിയിട്ട് മരിയൻ ഉടമ്പടി നിബന്ധനകൾ ചെയ്തപ്പോൾ ആ മകളെ മാതാവ് എടുത്തുയർത്തി സാക്ഷ്യപീഠത്തിൽ നിർത്തി. അത് സമയച്ചുരുക്കത്തിനുള്ളിലാണ്. ഈ മകളുടെ സാക്ഷ്യം ആരംഭിക്കുന്ന പ്രകാരമാണ്. ഈ മകൾ അവസാന വർഷമാണെന്ന് തോന്നുന്നു, നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2023 ഈ മകൾ ഉടമ്പടി യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ 2024 നഴ്സിംഗ് പാസ് ഔട്ടായി. അപ്പോൾ ഈ മകളുടെ ബ്രദർ UK അപ്പോൾ എൻ്റെ ബ്രദർ UK ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് എഴുതിയൊരു എക്സാം വെറുതെ എക്സ്പയർ ആയി പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ പോയി പിൻ നമ്പർ എടുക്കാൻ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നോട്. അങ്ങനെ ഈ മകൾ നാട്ടിൽ നിന്ന് OET പാസ്സായി വിസിറ്റിംഗ് വിസയിൽ UK പോകുന്നു. അപ്പോൾ ഈ മകളുടെ വിസിറ്റിംഗ് വിസ എടുത്ത് UK പോകുന്ന ഒരു തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ 7 മുതൽ മാർച്ച് 7 വരെയാണ് ഈ മകൾക്ക് വിസിറ്റിംഗ് വിസ അടിച്ചു കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സെപ്റ്റംബർ 7 മുതൽ മാർച്ച് 7 വരെ വിസിറ്റിംഗ് വിസ കിട്ടിയതിന് ശേഷം സെപ്റ്റംബർ 8 പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ദിവസമാണ് ഈ മകൾ UK കയറി പോകുന്നത്. അവിടെ ചെന്ന് ഈ മകൾ പറയുന്നുണ്ട്, അവിടെ ഓസ്കി എക്സാമാണ് എഴുതേണ്ടത്. 3 അറ്റംപ്റ്റേ ഉള്ളൂ. ഒരു എക്സാമിന് ഏകദേശം 80,000 രൂപയോളം മുടക്കി ഞാൻ എഴുതുന്ന എക്സാമാണ്. അപ്പോൾ ഈ എക്സാമിന് ഒരു സെൻറ്റർ ഇവർക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തായിരുന്നു.
പക്ഷേ എന്നിട്ട് അവർ ഈ എക്സാം സെൻറ്ററിലോട്ട് ചെല്ലുമ്പോഴാണ് അറിയണത് ഇവരുദ്ദേശിച്ച സ്ഥലത്തല്ല എക്സാം നടക്കുന്നത്. കാരണം നമുക്കറിയാം വിദേശത്താണ്, നമുക്ക് സ്ഥലങ്ങളൊന്നും പരിചിതമല്ല. അപ്പം അങ്ങനെ ഇവർ കറങ്ങിത്തിരിഞ്ഞ് വന്നപ്പോൾ അവസാനം 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ എക്സാമിന് അവശേഷിച്ചിട്ടുള്ളൂ. അപ്പോൾ UK ഈ മകൾ സാക്ഷ്യത്തിൽ അത് എടുത്തു പറയുന്നുണ്ട്. UK ഒരു ടൈമിന് ഭയങ്കര പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് നമ്മളെപ്പോലെ അല്ലെന്നാണ് പറയുന്നത്. നമ്മൾ പല സമയത്തും പല സമയമൊക്കെ ഫിക്സ് ചെയ്യുമെങ്കിലും നമ്മൾ മലയാളികൾ കുറച്ച് ഫ്ലെക്സിബിളാണ്. പക്ഷേ ഇവരങ്ങനെയല്ല, ഒരു ഷാർപ്പ് ടൈം ഫിക്സ് ചെയ്ത് ആ ടൈമിൽ തന്നെ എക്സാം നടക്കും. അതായത് 7:30 നടക്കേണ്ട എക്സാമിന് 7:20 ആയപ്പോഴാണ് ഇവരറിയുന്നത് ഞങ്ങൾ ചെന്ന സ്ഥലത്തല്ല എക്സാം നടക്കുന്നത്. അങ്ങനെ ഇവർ ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ എക്സാം എഴുതുന്ന സെൻറ്ററിലേക്ക് 25 മിനിറ്റ് ഞങ്ങൾക്ക് ഇനി നടക്കാനുണ്ട്. അപ്പോൾ ഇത്രയും പൈസ മുടക്കി എഴുതുന്ന എക്സാം എഴുതാൻ പറ്റില്ല, ആകെ 3 അറ്റംപ്റ്റേ ഉള്ളൂ. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട് 80,000-ഓളം രൂപ അടച്ചെഴുതുന്ന എക്സാമാണ്. എക്സാം തോറ്റാലും വേണ്ടില്ല, അവിടെ ചെന്ന് അപ്പിയർ ചെയ്യാൻ പറ്റിയത്. കാരണം ഇത്രയും പൈസ നഷ്ടപ്പെടുന്ന ആ ഒരു വേദന കാരണമാണ് ഈ മകൾ പറയുന്നത്. പക്ഷേ പരിശുദ്ധ അമ്മ ഈ മകൾക്ക് ഒരുക്കി വെച്ചിരുന്നത് വലിയൊരു സമ്മാനമായിരുന്നു. ഈ ഒരു ടെൻഷനിലൂടെയൊക്കെ 2 കൊരിന്ത്യർ 12:9 തിരുവചനം അനുസരിച്ച് ബലഹീനതയുടെ സമയത്താണ് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഇവരിങ്ങനെ നിന്ന് കറങ്ങി തിരിയുമ്പോൾ ഒരു ഇംഗ്ലീഷുകാരൻ ഇവരുടെ മുമ്പിൽ മാതാവ് തന്നെ കൊണ്ടുവരും. ആരും ഇവിടെ ഇല്ല. കറക്റ്റ് സമയമായപ്പം ഒരു ഇംഗ്ലീഷുകാരൻ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് മാതാവ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരാളെ ഒരുക്കി തന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഞാനിങ്ങനെ പറഞ്ഞു, ഞങ്ങളിങ്ങനെ എക്സാം എഴുതാൻ വന്നതാണ്, ഇന്ത്യയിൽ നിന്ന് വന്നതാണ്, ഞങ്ങളുടെ സമയം പോയി, ഇനി വെറും 10 മിനിറ്റേ ഞങ്ങൾക്ക് മുമ്പിലുള്ളൂ, 25 മിനിറ്റാണ് ഞങ്ങൾക്ക് നടക്കാൻ കാണിക്കുന്നത്, ഞങ്ങളെ ഒന്ന് സഹായിക്കൂ. ആ മനുഷ്യന് ഒരു മടിയും കൂടാതെ ഞങ്ങളെ കറക്റ്റ് സമയത്ത് എക്സാം സെൻറ്ററിൽ കയറി, ഇനി 5 മിനിറ്റ് ഉണ്ട്, ആ സമയം 5 മിനിറ്റും കൊണ്ട് ആ മനുഷ്യൻ ഞങ്ങളെ ആ എക്സാം സെൻറ്ററിൽ ഞങ്ങളെ എത്തിച്ചു. ഇനി മാതാവ് ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് ഞാൻ നേരിട്ട് പറയാൻ കാരണം ഈ മകൾ പറയുന്നുണ്ട്, അങ്ങനെ ഒക്ടോബർ 7-ന്, അതായത് 7 എന്ന തീയതി നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം ഇവിടെ നടന്നത് ഡിസംബർ 7-നാണ്. അപ്പോൾ ഈ മകൾ പോകുന്ന ഡേറ്റ്, അതായത് ഈ മകൾക്ക് വിസിറ്റിംഗ് വിസ അടിച്ചു കിട്ടുന്നത് സെപ്റ്റംബർ 7 മുതൽ മാർച്ച് 7 വരെയാണ്. അപ്പോൾ 7 എന്നൊരു എലമെൻ്റ് അവിടെ ഉണ്ട് ഓൾറെഡി. ഒക്ടോബർ 7-ന് ഈ മകൾക്ക് പിൻ നമ്പർ അടിച്ചു കിട്ടും. അതായത് ഈ ടെൻഷൻ അടിച്ചു പോയ എക്സാമിന് ഉടമ്പടി നിറച്ച വസ്തുക്കൾ വിശ്വാസത്തോടെ പ്രയോഗിച്ച് ഈ മകൾ പോയി എഴുതിയ എക്സാമിന് ഈ മകൾ വിജയിക്കുകയാണ്. അങ്ങനെ ഒക്ടോബർ 7-ന് ഈ മകൾക്ക് പിൻ നമ്പർ അടിച്ചു കിട്ടി. അങ്ങനെ ഒന്നാമത്തെ കടമ്പ ഈ മകളുടെ തീർന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് ഒരു രജിസ്റ്റേർഡ് നേഴ്സായി കെയർ ഹോമിൽ അല്ലെങ്കിൽ NHS-ൽ, അതായത് പബ്ലിക് ഹെൽത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള NHS-ൽ കയറുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, ഞാനൊരു പാസ് ഔട്ടായി വന്ന ഒരു നേഴ്സാണ്, പിന്നെ എനിക്ക് അങ്ങനെ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഒന്നും അങ്ങനെയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മകൾ ആദ്യം വിചാരിച്ചു അതായത് ഞാൻ കെയർ ഹോമിൽ അപ്ലൈ ചെയ്യാം. അതാകുമ്പോൾ ഇതിൻ്റെ NHS എന്ന് പറയുമ്പോൾ സാലറി ലെവൽ മുതൽ എല്ലാം വ്യത്യാസമാണ്, കിട്ടുന്ന ആനുകൂല്യങ്ങൾക്കെല്ലാം വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അത് അറിയാൻ പറ്റും. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, UK-ൽ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പം UK-ലുള്ളവർക്കറിയാം ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ 2000-ന് മേലെ ഞാൻ ആപ്ലിക്കേഷൻ അവിടെ ഇട്ടു. അപ്പം എൻ്റെ ഒരു അറിവിൽ കെയർ ഹോമാണ് എനിക്ക് കിട്ടാൻ എളുപ്പം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു NHS കിട്ടാനുള്ളൊരു യോഗ്യത എനിക്കില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചായിരുന്നു അപ്പോഴും. കാരണം അതിനുള്ള ഒരു ഇംഗ്ലീഷ് ഫ്ലുവൻസിയോ അതിനുള്ള കഴിവോ ഒന്നും എനിക്കില്ല. അപ്പം ഞാൻ NHS-ൽ അപ്ലൈ ചെയ്തേയില്ല. പകരം ഞാൻ 2000 ആപ്ലിക്കേഷൻ ഞാൻ കെയർ ഹോമുകളിൽ ഞാൻ അപ്ലൈ ചെയ്തു. 6 സ്ഥലത്തുനിന്ന് കെയർ ഹോമുകളിൽ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. 6 ഇടത്തുനിന്നും കുറച്ച് കെയർ ഹോമുകളിൽ എന്നെ റിജക്റ്റ് ചെയ്തു. ഒരു കെയർ ഹോമിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വരെ ലഭിച്ചു. പക്ഷേ ഏറ്റവും ലാസ്റ്റ് എല്ലാം പ്രോസസ്സിംഗ് ഒക്കെ അടുത്താകുമ്പോഴത്തേക്ക് അവർ പറയും വിസ സ്പോൺസർഷിപ്പ് അവർക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഈ മകളുടെ ബ്രദർ പറയുകയാണ്, ഏതായാലും ഫെബ്രുവരി ആയിട്ടും ജോലിയൊന്നും കിട്ടിയില്ല, അപ്പോൾ മാർച്ച് 7-ന് നീ പാക്ക് ചെയ്ത് പൊയ്ക്കോ എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഈ മാർച്ച് 7 വരെയുള്ള ഈ മകളുടെ വിസിറ്റിംഗ് വിസയുള്ളൂ. അപ്പോൾ ഈ മകൾ പറയുന്നത് ഇപ്രകാരമാണ്, ഫെബ്രുവരി മാസം പകുതി ആകെ ഇപ്പോൾ ഈ മകൾക്ക് ദൈവപിതാവ് തന്നെ നോട്ട് കൊടുത്തു, നീ NHS-ലോട്ട് അപ്ലൈ ചെയ്യാൻ. അത് പരിശുദ്ധ അമ്മ തന്നെ കൊടുക്കുന്ന ഒരു നോട്ടാണ്. അതിൻ്റെ വചനങ്ങൾ ഞാൻ പിന്നീട് പറയാം. ആദ്യം നടന്ന സംഭവം പറയാം.
അപ്പോൾ തുടർന്ന് നടക്കുന്നത് ഇപ്രകാരമാണ്. NHSലോട്ട് ഇൻ്റർവ്യൂ വിളിക്കുന്നു. ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഞാൻ ഇവിടുത്തെ കാശ് തൈലവും ഉപ്പും ഒക്കെ ഞാൻ അവിടെ വിതറി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഇൻ്റർവ്യൂവറായിട്ട് മാതാവായിരിക്കണേ വരേണ്ടത്. എൻ്റെ ലാസ്റ്റ് ചാൻസാണ്. ഞാൻ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോരുക. പിന്നെ എനിക്ക് യാതൊരു മാർഗ്ഗവും ഇല്ല. ഇനി എനിക്ക് ഇവിടെ നാട്ടിൽ കയറാനുള്ളൊരു രക്ഷയുള്ളൂ. എൻ്റെ കൂട്ടുകാരൊക്കെ നാട്ടിൽ കയറിയിട്ട് എല്ലാവരും ഇറങ്ങി പോരുക, തിരിച്ച് നാട്ടിൽ നിന്ന് പ്രൈവറ്റിലൊക്കെ കയറിയിട്ട്. അപ്പം മാതാവേ, എന്നെ എങ്ങനെയും രക്ഷപ്പെടുത്തണേ, എൻ്റെ ലാസ്റ്റ് ചാൻസ് കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് ഇൻ്റർവ്യൂവിന് കിട്ടിയ സമയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ 2:30, മാതാവ് പ്രത്യക്ഷപ്പെട്ട 2:30ക്കാണ് എനിക്ക് അവിടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. അന്ന് UK ടൈം 2:30ക്കാണ് അവരെന്നെ വിളിച്ച് പറഞ്ഞത്, നീ ഇൻ്റർവ്യൂ പാസ്സായി, നിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളത്. വെറും ഒരു കെയർ ഹോം പ്രതീക്ഷിച്ചിരുന്ന എനിക്ക് UK-യിലൊരു NHSൽ ജോലി ചെയ്യാൻ യോഗ്യതയില്ല എന്ന് പ്രതീക്ഷിച്ച് എനിക്ക് മാതാവ് ഒരുക്കി തന്നത് ഒരു NHS ആയിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിസ വന്നപ്പോഴാണ് ഈ മകള് വിസയുമായിട്ട് വന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത്. വലിയൊരു സാക്ഷ്യമാണ്. കാരണം അവസാന നിമിഷം വിസിറ്റിംഗ് വിസയിൽ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഉടമ്പടി വിശ്വസ്തതാപൂർവ്വം വൃത്തിയായി ചെയ്ത മകൾക്ക് വലിയ ഒരു ദൈവാനുഭവം ദൈവമാതാവ് കൊടുത്തു. അതായത് ആ മകൾ എഴുതത്തില്ല, 2000-ഓളം അപേക്ഷകൾ ഈ മകൾ കെയർ ഹോമിലോട്ട് തന്നെയാണ് വിട്ടുകൊണ്ടിരുന്നത്. ഒരു കെയർ ഹോമിലും അമ്മ അവളെ പ്രവേശിച്ചില്ല. കാരണം പരിശുദ്ധ അമ്മയ്ക്ക് ഇവൾക്ക് ഈ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിൽ, അതായത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ NHSൽ തന്നെ നേഴ്സായിട്ട് ജോലി കൊടുക്കണമെന്നായിരുന്നു. കാരണം അമ്മയുടെ മക്കൾക്ക് അമ്മ ഏറ്റവും നല്ലതുള്ളൂ കൊടുക്കത്തുള്ളൂ. കാരണം അവർ സ്വന്തമാണ്. ഈ മകള് ആ സാക്ഷ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവസാനം പറയുന്നുണ്ട് എങ്ങനെയാണ് ആ മകള് ഉടമ്പടിയിൽ ജീവിച്ചതെന്ന്. സുഹൃത്തുക്കളെ ഉടമ്പടി എടുപ്പിച്ചും അല്ലാതെയും എല്ലാം ഉടമ്പടി നിബന്ധനകൾ വെള്ളം ചേർക്കാതെ ചെയ്തപ്പോൾ അമ്മ ഈ മകളുടെ കൂടെ നിന്ന് ഈ കാര്യം നടത്തി കൊടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് മകൾ പറയുന്നുണ്ട്, അപ്പോഴും ഞാൻ മാതാവിനോട് ഇവിടെ വന്ന ഉടമ്പടി പുതുക്കി. അപ്പോൾ എനിക്ക് മാതാവിനെയാണ് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എടുക്കാൻ കിട്ടിയത്. അപ്പം ഞാൻ എൻ്റെ പാസ്പോർട്ട് മാതാവിൻ്റെ രൂപത്തിൻ്റെ അടി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിനോട് പറഞ്ഞു, ഇപ്പം ഞാൻ വിസിറ്റിംഗ് വിസയുടെ സ്റ്റാമ്പിലാണ് ഞാൻ കയറി പോകുന്നത്. തിരിച്ച് ഇവിടെ വരുമ്പോൾ എനിക്ക് ഒരു വർക്ക് വിസയുടെ സ്റ്റാമ്പ് അടിച്ച് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇത് ഒരു യൂത്ത് അങ്ങനെ പറയുമ്പോൾ ഒരു പ്രായമായിട്ട് പറയുന്ന പോലെയല്ല. ഒത്തിരി സാക്ഷ്യങ്ങൾ ഇവിടെ നമ്മുടെ അൾത്താരയിൽ ഒത്തിരി പ്രായമായ, അതായത് 30 വയസ്സിന് മുകളിലുള്ള നഴ്സുമാർ സാക്ഷ്യം പറയും. ഇത് ഒരു ചെറിയ കൊച്ചാണ്. അതായത് നമ്മൾ നഴ്സിംഗ് പാസ്സായി മരിയൻ ഉടമ്പടിയിൽ കുറച്ച് നാൾ ജീവിച്ച ഒരു മകളുടെ വലിയ ദൈവാനുഭവമാണ്. അതിൻ്റെ ഒറ്റ കാരണം ഈ മകൾ വൃത്തിയായിട്ട് മരിയൻ ഉടമ്പടി ചെയ്തു എന്നുള്ളതാണ്. ഇനി ഈ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന വചനങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം. ഒന്നാമതായിട്ട് എൻ്റെ മനസ്സിലോട്ട് വന്ന വചനം മലാക്കി 3:1. ഇതാ നിനക്ക് മുമ്പേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു. അതെ, വഴിയൊരുക്കാൻ ഒരു ദൂതനെ അയക്കുന്ന ദൈവപിതാവിൻ്റെ ഉടമ്പടിയിലെ വലിയ സ്നേഹത്തെ ഈ സാക്ഷ്യത്തിൽ വെളിവാക്കുന്നുണ്ട്. ഈ മകൾ ജയിച്ച ആ ഓസ്കി എക്സാമിൻ്റെ സമയത്ത് ആ 7:30 മണിക്ക് അവിടെ എത്തിക്കാൻ ഒരു ഇംഗ്ലീഷുകാരനെ ദൈവപിതാവ് തന്നെയാണ് ഒരു ദൂതനെ ഇങ്ങനെ ഒരുക്കി അവിടെ വെച്ചിരുന്നത്. ആ ഇംഗ്ലീഷുകാരനാണ് തക്ക സമയത്ത് ഇവരെ എക്സാം ഹാളിൽ എത്തിച്ച് ഈ മകളെ പാസ്സാക്കുന്നത് ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ വിശ്വാസ പ്രയോഗത്തിലൂടെ. ഇതാണ് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന വചനം. അതെ, മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലൊക്കെ കുറവുകൾ ഉണ്ടാകുമ്പോൾ അമ്മയെ കൂട്ടുപിടിച്ചാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഒരു ദൂതനെ നിങ്ങൾക്ക് വേണ്ടി ദൈവപിതാവ് ഒരുക്കിയിരിക്കും. അതുമല്ലെങ്കിൽ ഇനി ആരെയും അവിടെ വിടാൻ സാധ്യതയില്ലെങ്കിൽ പരിശുദ്ധ അമ്മ തന്നെ നേരിട്ട് നിങ്ങളുടെ അടുത്ത് വരും. അതാണ് ഉടമ്പടി തരുന്ന ഒന്നാമത്തെ ഉറപ്പ്. രണ്ടാമതായിട്ട് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന വചനം ഈ സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ വലിയ തിരുവചനമാണ്. അത് സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ധ്യാനിച്ച ഒരു വചനഭാഗമാണ് സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകം. അതിൽ സെഫാനിയ 3:17 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. അതെ, ഉടമ്പടി എടുക്കുമ്പോൾ
നിനക്ക് വിജയം നൽകാനുള്ള നിന്റെ യോദ്ധാവ് നിന്റെ മധ്യത്തിൽ തന്നെയുണ്ട്. ഒന്നു മാത്രം ഉടമ്പടി വിശ്വസ്തയോട് ചെയ്ത് ഈ ദൈവത്തെ കൂടെ നിർത്താൻ നീ അനുദിനം പരിശ്രമിക്കണം. ഈ മകള് പറയുന്നുണ്ട്, ആത്മീയ ജീവിതമായി എല്ലാ ദിവസവും ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു. പിന്നെ കുർബാന ഞാൻ ഒരിക്കലും മുടക്കിയിട്ടില്ല, ജപമാല മുടക്കിയിട്ടില്ല. അരമണിക്കൂർ എല്ലാ ദിവസവും ബൈബിൾ വായിച്ചിട്ടേ ഞാൻ കിടക്കത്തുള്ളൂ. ഇപ്രകാരം വെള്ളം ചേർക്കാതെ മരിയൻ ഉടമ്പടി എടുത്തപ്പോഴാണ് നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് ഇവളുടെ കൂടെ നിന്നത്. വീണ്ടും വചനത്തിൽ 18-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും, തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. ഉത്സവ ദിനത്തിലെന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതമുതിർക്കും. ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും, നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല. അതെ, സ്നേഹത്തിൽ പുനഃപ്രതിഷ്ഠിക്കുന്നതിനാൽ നിന്നെക്കുറിച്ച് ദൈവം അതിയായി ആഹ്ലാദിക്കുന്നത് കൊണ്ട് വിപത്തുകളെ നിന്നിൽ നിന്ന് ദൂരെ അകറ്റും, നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല. ഈ മകൾ പറയുന്നുണ്ട്, അതായത് വിപത്തുകളെ ദൂരെ അകറ്റുന്ന വലിയൊരു കാര്യം മകൾ പറയുന്നുണ്ട്. അതായത് 2000 കെയർ ഹോമിലോട്ട് അയച്ചിട്ടും ഈ മകളെ ദൈവം അവിടെ അഡ്മിറ്റ് ചെയ്തില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? NHS ഗവൺമെൻറ്റിൽ നല്ല ജോലി. ആ മകള് കൺക്ലൂഷനിൽ പറയുന്നുണ്ട്, UK ഏറ്റവും പ്രശസ്തമായ ആശുപത്രിയിലാണ് NHS എനിക്ക് ഈ നഴ്സിംഗ് ജോലി കിട്ടിയിരിക്കുന്നത്. അതെ, ഈ മകളെ ഒരു കെയർ ഹോമിൽ ജോലി ചെയ്യാനല്ല ഉടമ്പടി വഴി മാതാവ് വിളിച്ചത്. ഉയർന്ന ശമ്പളത്തിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഒരു വലിയ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനാണ് ഈ മകളെ വിളിച്ചത്. അതായത് നിനക്കൊരിക്കലും നിന്ദനമേൽക്കേണ്ടി വരികയില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ മകളുടെ ജീവിതാവസ്ഥ നേരെ തിരിച്ചാണെങ്കിൽ, ഈ മകൾക്ക് ആ ജോലി, ഒരു NHS ജോലി കിട്ടിയില്ലായിരുന്നെങ്കിൽ എല്ലാവരും ഈ മകളെ കളിയാകും. പക്ഷേ നീ ഉടമ്പടിയിൽ വിശ്വസ്താപൂർവം മുന്നേറുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സമയബന്ധിതമായിട്ടാണ് പരിശുദ്ധ അമ്മ നിൻ്റെ വിഷയത്തിൽ ഇടപെടുന്നത്. അതാണ് ഈ മകളുടെ സാക്ഷ്യം പറയുന്നത്. മാർച്ച് 7-ന് വിസിറ്റിംഗ് വിസ തീരുന്നതിന് മുമ്പേ തന്നെ ഈ മകൾക്ക് ദൈവപിതാവ് ഇൻ്റർവ്യൂ കൊടുത്തു. അങ്ങനെ ഈ മകളെ സാക്ഷ്യപീഠത്തിൽ ഉയർത്തി നിർത്തി. വീണ്ടും നമ്മൾ ഈ സെഫാനിയ 3:20 ഇപ്രകാരം വായിക്കുന്നുണ്ട്, അന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന അന്ന് ഞാൻ നിങ്ങളെ സ്വദേശത്തേക്ക് കൊണ്ടുവരും. നിങ്ങൾ കാണുകെ നിങ്ങളുടെ സുസ്ഥിതി ഞാൻ പുനഃസ്ഥാപിക്കുമ്പോൾ നിങ്ങളെ എല്ലാ ജനതകളുടെ ഇടയിൽ ഞാൻ പ്രഖ്യാതരും പ്രകീർത്തരുമാക്കും. അതെ, ഈ മകൾക്ക് വലിയ സാക്ഷ്യം കൊടുത്തുകൊണ്ട് ഈ മകളെ അനേകരുടെ മുമ്പിൽ ദൈവം ഈ മകളെ ഉയർത്തി പ്രഖ്യാതരാക്കി. അതെ, ഈ മകളെ അനേകരുടെ മുമ്പിൽ അവിടുന്ന് പ്രഖ്യാതരാക്കി. അതെ, ആ മകൾക്ക് ഉടമ്പടി വഴിയുള്ള മഹിമ ദൈവപിതാവ് ആ മകൾക്ക് അണിയിച്ചു കൊടുത്തു. ഈ ഒരു സാക്ഷ്യം ധ്യാനിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും മരിയൻ ഉടമ്പടി വെള്ളം ചേർക്കരുത്. ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന 6 നിബന്ധനകൾ വെള്ളം ചേർത്തുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അനുഗ്രഹം താമസിപ്പിക്കരുത്. 2024 മാത്രം നഴ്സിംഗ് പാസ്സായ ഒരു മകൾക്ക് ദൈവപിതാവ് കനിഞ്ഞു കൊടുത്തത് UK NHS ജോലിയാണ്. വർക്കിംഗ് വിസയോട് കൂടിയിട്ടാണ്, വർക്ക് വിസയോട് കൂടിയിട്ടാണ് ഈ മകൾ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ജോലിയില്ലാതെ വലയുന്ന മക്കൾക്ക്, അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് ഇതുവരെ അപ്പിയർ ചെയ്തിട്ട് പാസ്സാകാൻ പറ്റാത്തിരിക്കുന്ന മക്കൾക്ക് എല്ലാം ഈ സാക്ഷ്യം പ്രചോദനമാകണം. കാരണം അമ്മ ഒത്തിരി കൃപകൾ, അനുഗ്രഹങ്ങളൊക്കെ ഈ ഒരു സാക്ഷ്യത്തിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ, നിങ്ങൾക്ക് പകുത്തു നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അമ്മ ഒന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, എൻ്റെ പുത്രൻ അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങളും തക്ക സമയത്ത് ഈ സാക്ഷ്യപീഠത്തിൽ നിങ്ങളെയും ഞാൻ ഉയർത്തി നിർത്തും, അനേകരുടെ മുമ്പിൽ നിങ്ങളെയും ഞാൻ പ്രഖ്യാതരാക്കും. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് കുറവുകളുണ്ട്. എടുത്തിരിക്കുന്ന ഉടമ്പടി പലപ്പോഴും ഞങ്ങളുടെയൊക്കെ അലസത കാരണം, ദൈവസ്നേഹക്കുറവ് കാരണം ഞങ്ങൾ ഉഴപ്പിയിട്ടുണ്ട്. അതൊന്നും വേണ്ടത്ര ഒരു തീക്ഷ്ണതയോടെ ഞങ്ങൾ ചെയ്യാതിരുന്നിട്ടുണ്ട്. ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു, നമ്മൾ വിശ്വസ്തയോടെ ദൈവത്തോട് ഒട്ടി നിന്നാൽ, ചേർന്ന് നിന്നാൽ ദൈവം നമ്മളെ സാക്ഷ്യം നൽകി നമ്മുടെ സ്വന്തമാക്കുമെന്ന് ഈ സാക്ഷ്യത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കി. ദൈവപിതാവേ, മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവം പാലിച്ചുകൊണ്ട്
ഞങ്ങളെയും നിൻ്റെ സാക്ഷ്യപീഠത്തിൽ ഉയർത്തണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിന് ഈ എപ്പിസോഡ് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും അധികമായ കൃപ നൽകണമേ. ഓരോരോ വിഷമസന്ധികളിലൂടെയും കടന്നു പോകുന്ന മക്കൾക്ക് ഈശോയെ ദൈവസ്നേഹം അധികമായി നൽകിക്കൊണ്ട് ആ മക്കളെ എത്രയും വേഗം പരിശുദ്ധ അമ്മയുടെ ആ വലിയ കരുതൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി എത്രയും വേഗം അൾത്താരയിൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.